ഹായ് ഹലോ, സിജിയാണ് കേട്ടോ. കൊലുസൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവർക്കും തന്നെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് വാങ്ങാൻ പറ്റണമെന്നില്ല. അതായത് ഒത്തിരി റേറ്റൊക്കെ കൊടുത്ത് റൂട്ടഡ് പ്ലാന്റ്സ് ഒക്കെ വാങ്ങി, കൂടാതെ അതിനോടൊപ്പം സിയും ഒക്കെ കൊടുത്ത് വാങ്ങാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് കട്ടിങ്സ് ആണ് ഇന്നത്തെ നമ്മുടെ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത്. കട്ടിങ്സ് നട്ടാൽ പിടിക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് പ്ലാന്റ്സിന്റെ കട്ടിങ്സ് ആണ് ഇന്നത്തെ നമ്മുടെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കട്ടിങ്സ് റീസണബിൾ ആണ് എന്ന് തോന്നുന്നവർ മാത്രം വാങ്ങിയാൽ മതി, ആരെയും നിർബന്ധിക്കുന്നില്ല. DTDC കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകളൊക്കെ അയക്കുന്നത്. പേയ്മെന്റ് മെത്തേഡ് ഗൂഗിൾ പേ മെത്തേഡാണ്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒക്കെ പ്ലാന്റ്സുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലാണ് വാട്സപ്പ് ഉള്ളത്. അപ്പോൾ ആ നമ്പറിലോട്ടൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ഒരു സപ്പോർട്ട് തരാൻ മറക്കണ്ട. ഇനി നിങ്ങളുടെ കമന്റ് അത് എന്ത് തന്നെയായാലും രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ നമുക്ക് പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് കണ്ടാലോ. ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. നല്ല ഭംഗി നമുക്ക് സെറ്റ് ചെയ്ത് ഹാങ്ങിങ് ആയും അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുത്തുമൊക്കെ വളർത്താനും പറ്റുന്ന നിയോൺ പോത്തോസിൻ്റെ കട്ടിംഗ് ആണ്. അപ്പോൾ ഈ നിയോൺ പോത്തോസിൻ്റെ ഒരു കട്ടിങ്ങിന് 10 രൂപയാണ്. 2 നോഡോട് കൂടിയ കട്ടിങ്ങാണ്. താഴത്തെ കട്ടിങ് നമുക്ക് മണ്ണിലാക്കി വെച്ച് കൊടുത്താൽ മുകളിൽ നിന്നും പുതിയ പുടുത്തൊക്കെ വരും. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു കട്ടിങ്ങിന് 10 രൂപയാണ്. അടുത്തതും ഒരു പോത്തോസ് തന്നെയാണ്, എൻജോയ് പോത്തോസ്. അപ്പോൾ നല്ല ഭംഗി നമുക്ക് ഐഡിയക്ക് അനുസരിച്ചൊക്കെ സെറ്റ് ചെയ്തൊക്കെ വളർത്താൻ പറ്റുന്ന എൻജോയ് പോത്തോസിൻ്റെ ഒരു കട്ടിങ്സിന് 10 രൂപയാണ്. നല്ല ഭംഗിയിൽ നമുക്ക് ഇതുപോലെ ആർച്ചൊക്കെ പിടിപ്പിച്ചും എങ്ങനെ വേണമെങ്കിലും വളർത്താം, അല്ലെങ്കിൽ ഇതുപോലെ ഹാങ്ങിങ് ഒക്കെ ഇട്ട് വളർത്താം. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു കട്ടിങ്ങിന് 10 രൂപയാണ്. അടുത്തതും ഒരു പോത്തോസാണ്, ഗോൾഡൻ പോത്തോസ്. ഈ ഒരു ഗോൾഡൻ പോത്തോസ് നമ്മൾ ജൈൻറ്റ് പോത്തോസ് എന്ന ഈ ഒരു പോത്തോസിനെ വിളിക്കാറുണ്ട്. അതായത് മരത്തിലൊക്കെ നമ്മൾ കയറ്റി വിടുകയാണെങ്കിൽ അതിഭയങ്കരമായ ലീഫോട് കൂടി ഒരു പ്ലാന്റ് വളർന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ്ങിന് 5 രൂപയാണ്. ഗോൾഡൻ പോത്തോസ് ഇതിൻ്റെ കട്ടിങ് 5 രൂപ. ഇതുപോലെ നമുക്ക് വലിയ ലീഫോട് കൂടി മരത്തിലൊക്കെ കയറ്റി വിടുകയാണെങ്കിൽ വളർന്നു വരും ഗോൾഡൻ പോത്തോസ്. ആ സെയിം ഗോൾഡൻ പോത്തോസ് തന്നെയാണ്. ഇത് മരത്തിലായതുകൊണ്ട് വലിയ ലീഫോട് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ കട്ടിങ്ങിന് 5 രൂപ. അടുത്തത് സ്മോക്കിംഗ് പ്ലാന്റ് അഥവാ വാട്ടർമെലൺ ബിഗോണിയ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് നല്ല ഭംഗിയിൽ ഹാങ്ങിങ് ആയിട്ടും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ 5 കട്ടിങ്ങിന് 10 രൂപയാണ്. അതായത് ഒരു കട്ടിങ്ങിന് 2 രൂപ വെച്ചേ ആവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ 5 കട്ടിങ്ങിന് 10 രൂപ. അടുത്തത് നമുക്ക് മരത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഭിത്തിയിലും വോളിലും മതിലിലും ഒക്കെ കയറ്റി വിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. ഫിലോഡെൻഡ്രോൺ സൈലം ആണെന്ന് തോന്നുന്നു, എനിക്കെൻ്റെ എക്സാക്ട് നെയിം അറിയില്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു കട്ടിങ്ങിന് 5 രൂപയാണ്. അല്ലേ, നല്ല ഭംഗി നമുക്ക് മരത്തിലൊക്കെ കയറ്റി വിട്ട് വളർത്താൻ പറ്റും. ഇതുപോലെ നമുക്ക് മരത്തിലും അതേപോലെ സപ്പോർട്ട് കൊടുത്തും ഒക്കെ വളർത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ് 5 രൂപയാണ്. അടുത്തതും ഒരു ഭംഗിയുള്ള ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. ഇതുപോലെ നമുക്കൊരു ഫോറസ്റ്റ് ഫീലൊക്കെ കിട്ടുന്ന ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. വലിയ ഹാർഡ് ഷേപ്പിൽ ലീഫൊക്കെ കൂടിയ ഒരു ഫിലോഡെൻഡ്രോൺ. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ്ങിന് 15 രൂപയാണ്. ഇതുപോലെ നമുക്ക് സപ്പോർട്ടൊക്കെ കൊടുത്ത് നമുക്കിത് ഇങ്ങനെ വളർത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു കട്ടിങ്ങിന് 15 രൂപയാണ്. അടുത്തതും ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. നല്ല ഭംഗിയുള്ള ഈ ഗോസ്റ്റിൻ്റെയൊക്കെ ഫേസ് പോലെയുള്ള ലീഫോട് കൂടിയ ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. ഇതുപോലെ നമുക്ക് സപ്പോർട്ടൊക്കെ കൊടുത്ത് ഈ ഒരു പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു കട്ടിങ്ങിനും 15 രൂപയാണ്. 5 രൂപ, 15 റുപ്പീസ്. അടുത്തത് നമ്മുടെ മണി പ്ലാന്റ് പോലെയൊക്കെ വളർത്തുന്ന ഒരു ഫിലോഡെൻഡ്രോൺ, ഒരു നിയോൺ പോത്തോസിൻ്റെയൊക്കെ പോലത്തെ ലീഫിൽ ചെറിയ ഒരു ഇങ്ങനത്തെ ലൈറ്റ് യെല്ലോ കളറൊക്കെ കൂടിയ ഒരു ഫിലോഡെൻഡ്രോൺ ആണ്. ഈ ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് 10 രൂപയാണ്, 10 റുപ്പീസ്. അടുത്ത നമ്മുടെ ക്രീപ്പിംഗ് ചാർലിയുടെ കട്ടിങ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് നല്ല ഭംഗിയിൽ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ 5 കട്ടിങ്ങിന് 10 രൂപയാണ്. ഈ ഒരു ക്രീപ്പിംഗ് ചാർലിൻ്റെ 5 കട്ടിങ്സിന് 10 രൂപ. അതായത് ഒരു കട്ടിങ്ങിന് 2 രൂപ. അടുത്തത് നമുക്ക് ഭംഗിയിൽ വാളൊക്കെ നല്ല ജീവനുള്ള ഗ്രീൻ മതിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്, ക്രീപ്പിംഗ് ഫിഗിൻ്റെ പ്ലാന്റിൻ്റെ കട്ടിങ് 5 കട്ടിങ്ങിന് 10 രൂപ. അതായത് ഒരു കട്ടിങ്ങിന് 2 രൂപയാണ്. മതിലിലൊക്കെ നന്നായിട്ട് ഇതുപോലെ പ്ലാന്റ് ഫുള്ളായിട്ട് പടർത്തണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതിൻ്റെ കട്ടിങ്സ് വാങ്ങാം. ഒരു കട്ടിങ്സിന് 2 രൂപയാണ്. അപ്പോൾ 5 കട്ടിങ്സിന് 10 രൂപ, 10 റുപ്പീസ്. അടുത്തത് നമ്മുടെ ഫിലോഡെൻഡ്രോൺ ബേർലി മാക്സ് ആണ്. ഇതുപോലെ നമുക്ക് ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് വളർത്താം. നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. ഇൻഡോർ ആക്കിയും ഔട്ട്ഡോർ ആക്കിയും ഒക്കെ സെറ്റ് ചെയ്യാൻ നല്ലൊരു ഗ്ലോസി ലീഫൊക്കെ കൂടിയ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ്ങിന് 10 രൂപയാണ്. ഈ ഒരു ഫിലോഡെൻഡ്രോൺ ബേർലി മാക്സിൻ്റെ ഒറ്റ കട്ടിങ്ങിന് 10 റുപ്പീസ്.
അടുത്തത് എപ്പീഷ്യയാണ്. എപ്പീഷ്യ ഇതുപോലെ ലീഫിലൊക്കെ നല്ല വീനേഷൻസ് ഒക്കെ കയറി വന്നിരിക്കുന്ന ഇതിൻ്റെ ഒരു കട്ടിങ്സിന് 5 രൂപയാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ നമുക്കിതുപോലെ ഗ്രൗണ്ട് കവറായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കട്ടിങ്സിന് 5 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്തതൊരു നാടൻ എപ്പീഷ്യ തന്നെയാണ്. ദാണ്ട് ഇതുപോലെ റെഡ് ഫ്ലവറൊക്കെ ആയിട്ട് വരുന്ന, അപ്പോൾ നേരത്തെ പോലെ അത്രയും വീനേഷൻസ് ഇല്ലാത്ത ഒരു എപ്പീഷ്യയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ്സിനും 5 രൂപയാണ്. ഈ ഒരു പ്ലാന്റിനെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഗ്രൗണ്ട് കവറായിട്ടും ഒക്കെ വളർത്താം. 5 രൂപ, 5 റുപ്പീസ്. അടുത്തത് ഒരു എപ്പീഷ്യയാണ്. നല്ല ബ്രൗൺ ലീഫോട് കൂടിയ റെഡ് ഫ്ലവറൊക്കെ ആയിട്ട് വരുന്ന എപ്പീഷ്യ. ഇതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മരത്തിൻ്റെയൊക്കെ ചുവടുകളിലൊക്കെ ഇങ്ങനെ റൗണ്ടൊക്കെ പിടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സിനും 5 രൂപയാണ്, 5 റുപ്പീസ്. ഇതുപോലെ നല്ല ഭംഗിയുള്ള ലീഫും റെഡ് ഫ്ലവറൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ്സിന് 5 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു കട്ടിങ്സിന്. അടുത്തത് ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ കട്ടിങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ചെറിയ കട്ടിങ്സാണ് അയക്കുന്നത്. കാരണം വലിയ കട്ടിങ്സ് ആണെങ്കിൽ നമുക്ക് വലിയ പാക്കിലൊക്കെ പാക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്യാവശ്യം നമ്മൾ ചെറിയ റേറ്റിനൊക്കെ പ്ലാന്റ് വാങ്ങുമ്പോൾ ഇതുപോലെ വലിയ പാക്കിംഗ് ഒക്കെ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ പ്ലാന്റിൻ്റെ കട്ടിങ്സാണ് ഇതിൻ്റെ സെയിലിനായിട്ട് കൊടുക്കുന്നത്. ഈ സൈസിലൊക്കെ ഉള്ള കട്ടിങ്സ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിങ്സിൻ്റെ റേറ്റ് 10 രൂപ. ഇതാണ് ബാസ്ക്കറ്റ് പ്ലാന്റ്. അപ്പോൾ നല്ല ഹാങ്ങിങ് ആയിട്ടും ഗ്രൗണ്ട് കവറായിട്ടും ഒക്കെ നമുക്ക് വളർത്താം. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 10 രൂപ. അടുത്ത നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പെൻസിൽ കാക്ടസ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ്സിന് 5 രൂപയാണ്. ഒരു കട്ടിങ്സ് എന്ന് പറയുമ്പം ഇതുപോലെ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ്സിന് 5 രൂപ. അത് തന്നെ വെച്ചാൽ മതി, ഇത് പിടിച്ചുകൊള്ളും. അപ്പോൾ ഇതിൻ്റെ കറ കണ്ണിലൊന്നും പറ്റാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 5 രൂപയാണ് ഇതിൻ്റെ ഒരു കട്ടിങ്. അപ്പോൾ ഇതിനെ നല്ല ഭംഗിയിൽ നമുക്ക് പോട്ടിലും നിലത്തുമൊക്കെ വെച്ച് വളർത്താം. നിലത്താണെങ്കിൽ ഇത് അത്യാവശ്യം വലിയ സൈസിലോട്ട് വളർന്നു വരും. അപ്പോൾ പോട്ടിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സിൻ്റെ റേറ്റ് 5 റുപ്പീസ്. അടുത്തത് ഇതുപോലെ പൂക്കൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന നമ്മുടെ മെക്സിക്കൻ ഫ്ലൈം വൈനാണ്. ഈ മെക്സിക്കൻ ഫ്ലൈം വൈൻ്റെ ഒരു കട്ടിങ്സിന് 5 രൂപയാണ്. അപ്പോൾ മെക്സിക്കൻ ഫ്ലൈം വൈൻ നന്നായിട്ട് പിടിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള അറ്റഭാഗം നമ്മൾ മുറിച്ച് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് പിടിക്കും. അപ്പോൾ ഇതിൻ്റെ അറ്റഭാഗം കയ്യിൽ കിട്ടുമ്പോൾ അതിനെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ അതിൽ വേര് വരും. വേര് വന്നതിന് ശേഷം നമുക്ക് പോട്ടിംഗ് മിക്സിലോട്ട് നട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ്സിന് 5 രൂപയാണ്. ഇതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയിൽ നമ്മൾ നല്ല വെയിലുള്ള സ്ഥലം നോക്കി നട്ട് കൊടുത്താൽ എപ്പോഴും 365 ദിവസവും ഈ ഒരു ചെടി പൂക്കളും കാണും. അതിൽ നിറഞ്ഞ് പൂക്കളും കാണും. ഇനി പൂക്കാനുള്ള വളം കൂടി ഇട്ട് കൊടുത്താൽ ഇല കാണാതെ പൂക്കൾ ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് 5 റുപ്പീസ്. അടുത്തത് സ്പൈറൽ ജിച്ചറാണ്. കണ്ടില്ലേ, നല്ല വെരിഗേഷൻസോട് കൂടിയ ഈ ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിനെ നമുക്ക് ഗ്രൗണ്ട് കവറായും പോട്ടിൽ ബുഷിയാക്കിയൊക്കെ വളർത്താം. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ്സിന് 5 രൂപയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു സിംഗിൾ കട്ടിങ്ങിന് 5 രൂപ, 5 റുപ്പീസ്. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ തത്തമ്മ ചെടി എന്നൊക്കെ വിളിച്ചിരുന്ന ഡബിൾസ് ബാക്ക് ബോൺ എന്ന ഇംഗ്ലീഷ് നെയിമൊക്കെയുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു കട്ടിങ്സിന് 5 രൂപയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വെയിലുള്ളിടത്ത് വേണം നമ്മൾ നട്ട് കൊടുക്കാൻ. അപ്പോൾ നല്ല വെരിഗേഷൻസോടുകൂടിയൊക്കെ വരും. ഇനി വെയിൽ കിട്ടാതെ ആയാൽ ആ ഒരു ഇലയൊക്കെ വെരിഗേഷൻസ് ഇല്ലാതെ ഇതുപോലെ ഗ്രീൻ കളറിലോട്ട് വരും. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് വെയിൽ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഗ്രീൻ കളറിലായിരിക്കുന്നത്. അല്ലാതെ ബാക്കിയെല്ലാം നല്ല വെരിഗേഷൻസോടുകൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ്സ് 5 രൂപ. ഇതുപോലെ നമുക്ക് നമ്മുടെ ഡബിൾസ് ബാക്ക് ബോണിനെ നല്ല വെട്ടി ഒതുക്കി ചട്ടിയിലൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് നല്ല ബുഷിയാക്കി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. റിയോ പ്ലാന്റ് ആണ്. റിയോ പ്ലാന്റ് നോർമൽ വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ്സിനും 5 രൂപയാണ്. അതുകൊണ്ട് ഈ ഒരു പ്ലാന്റ് നമുക്ക് ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് 5 റുപ്പീസ്. അടുത്ത നമ്മുടെ കരിനൊച്ചി, വാദം കൊല്ലി എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് വെർഷനാണ്. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് പോട്ടിലൊക്കെ ഇതുപോലെ ഫുൾ പോട്ടിലൊക്കെ നല്ല ഭംഗിയിൽ ഫുള്ളാക്കി നമുക്ക് കട്ട് ചെയ്ത് നിർത്തി റൗണ്ടിലൊക്കെ കട്ട് ചെയ്ത് നിർത്തി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സും 5 രൂപയാണ്. അതുകൊണ്ട് ഇതുപോലെ നമുക്ക് വെട്ടി ഒതുക്കി വളർത്തി കൊടുക്കാം. അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സിന് 5 റുപ്പീസ്. അടുത്തത് ഇതുപോലെ ചുവന്ന തുള്ളികൾ പോലെ ഇങ്ങനെ പിടിച്ച് കിടക്കുന്ന പ്ലാന്റാണ്. ഇത് നല്ല ഫയർ ക്രാക്കർ പ്ലാന്റാണ്. ഫയർ ക്രാക്കർ റെഡാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടിങ്സിനും 5 രൂപയാണ്. നല്ല ഭംഗിയിൽ നമുക്ക് ആർച്ചൊക്കെ സെറ്റ് ചെയ്ത് വളർത്താം. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു കട്ടിങ്സിന് 5 രൂപ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ പ്ലാന്റ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ആരും തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു.